നമ്മളിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഹാവിംഗ് എ സിംഗിൾ സൈഡ് ഫ്രിക്ഷൻ ഹാസ് ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റേഴ്സ് ഓഫ് 100 mm and 40 mm റെസ്പെക്റ്റീവ്ലി. സോ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഉണ്ട്, അതിൽ സിംഗിൾ സൈഡ് ഫ്രിക്ഷൻ ആവുള്ളൂ. അതിന്റെ ഔട്ടർ ഡയമീറ്റർ ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അസ്യൂമിങ് എ യൂണിഫോം പ്രഷർ ഓഫ് 2 MPa. യൂണിഫോം പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ന്യൂ ക്ലച്ച് ആണ്. സോ യൂണിഫോം പ്രഷർ തിയറി വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ യൂണിഫോം പ്രഷർ ഓഫ് 2 MPa and the coefficient of friction of the liner material is 0.4. And the torque carrying capacity of the clutch is, അതാണ് ക്വസ്റ്റ്യൻ. സോ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. So in different options, 150 Newton, 372 Newton meter, 150 Newton meter, 372 Newton meter, 196 Newton meter and 490 Newton meter. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ അതിന് ഞാൻ ഈ കൊടുത്ത ഫിഗർ 2 ഫ്രിക്ഷൻ സർഫസ് ഉണ്ട്. സോ അതിൽ ഈ നമ്മൾ ക്ലച്ച് പെഡൽ എൻഗേജ് ചെയ്യാൻ നേരത്ത് ഈ പ്രഷർ പ്ലേറ്റും ഫ്രിക്ഷൻ പ്ലേറ്റും തമ്മിൽ കോണ്ടാക്ട് വരും. സോ ആ ഫ്രിക്ഷണൽ ടോർക്ക് ആയിരിക്കും നമ്മൾ എഞ്ചിനിൽ നിന്ന് ഗിയർ ബോക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഫ്രിക്ഷണൽ ടോർക്ക് ക്ലച്ചിന്റെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ടോർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗിയർ ബോക്സിലോട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അപ്പൊ ഈ ക്ലച്ച് പ്ലേറ്റിന്റെ ഇന്നർ റേഡിയസ്, ഈ ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് R2 ആണ്, ഔട്ടർ റേഡിയസ് R1 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് എന്ന് ചോദിച്ചിട്ട് ആക്സിയൽ ഫോഴ്സ് W എന്ന് പറയുന്നത് എന്താ? ഈ ആക്സിയൽ ഫോഴ്സ് ഈ പ്രഷർ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു അതിന്റെ സർക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റേഡിയസ് ഉണ്ട്, പൈ ഇൻറ്റു R1 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു R2 സ്ക്വയർ, അതായത് പൈ ഇൻറ്റു ഔട്ടർ സർക്കിൾ റേഡിയസ് സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു ഇന്നർ സർക്കിൾ റേഡിയസ് സ്ക്വയർ വരും. സോ അതായിരിക്കും അത്ര ഏരിയയിലായിരിക്കും പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ റിങ്ങില്. സോ പി ഇൻറ്റു പൈ ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ഔട്ടർ ഡയമീറ്റർ ആൻഡ് ഇന്നർ ഡയമീറ്റർ. സോ ഇതിനെ നമ്മൾ റേഡിയസിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. പിന്നെ ഇത് മില്ലിമീറ്ററിലാണ്, നമ്മളിതെല്ലാം മീറ്ററിലാണ് കൺവേർട്ട് ചെയ്തേക്കുന്നത്. സോ 100 mm 5 × 10⁻³ മീറ്റർ ആവുകയാണ്. മൈനസ് ഇതിന് 40 ഹാഫ് എന്ന് പറയുന്നത് 20 ആണ്. സോ 20 mm 2 × 10⁻². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലോഡ് ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് 13,195 ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തിനാണ് ഇപ്പം ലോഡ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്? നമുക്ക് ടോർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ആ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി T എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ്, മീൻ റേഡിയസ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു W ഇൻറ്റു മീൻ റേഡിയസ്. ഇതാണ് നമുക്ക് ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി. നമുക്കിപ്പം ഓൾറെഡി ആക്സിയൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് മീൻ റേഡിയസ് ആണ് വേണ്ടത്. For a single plate clutch having uniform pressure condition ഉണ്ടാകുന്ന mean radius in expression എന്ന് പറഞ്ഞത് 2/3 into R1 cube minus R2 cube divided by R1 square minus R2 square എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ R1 R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന മീൻ റേഡിയസ് തന്നെ അപ്രോക്സിമേറ്റ്ലി 0.03171 mm മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫ്രിക്ഷന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ഫ്രിക്ഷൻ ലൈനറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എന്ന് പറഞ്ഞത് 0.4 ആണ് തന്നേക്കുന്നത്. സോ നമുക്ക് ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു N ഇൻറ്റു മ്യൂ ഇൻറ്റു W ഇൻറ്റു RM ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇത് N ഞാൻ നേരത്തെ പറഞ്ഞില്ല. N എന്ന് പറയുന്നത്, ഓക്കെ, N എന്ന് പറഞ്ഞത് എത്ര നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? സിംഗിൾ പ്ലേറ്റ് ഹാവിങ് സിംഗിൾ സൈഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്, അതിന് ഒരു സൈഡ് മാത്രം, ഒരു പ്ലേറ്റ് മാത്രം എൻഗേജ് ആവണം. സോ നമ്പർ ഓഫ് പ്ലേറ്റ് എൻഗേജിലാണ് N വരുന്നത്. സോ ഇവിടെ 1 ആണ്. നമുക്കിവിടെ സിംഗിൾ പ്ലേറ്റ് വന്നത്. സോ N = 1. സോ 0.4 ഇൻറ്റു നേരത്തെ W RM വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ടോർക്കിന്റെ വാല്യൂ എന്ത് വരും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 196 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോൾ ബെയറിംഗിന്റെ ലൈഫിനായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ദ ലൈഫ് ഓഫ് എ ബോൾ ബെയറിംഗ് അറ്റ് എ ലോഡ് ഓഫ് 10 kilonewton is 8,000 hours and its life in hours if the load is increased to 20 kilonewton keeping all other conditions same. അതായത് ലൈഫ് ഓഫ് ദ ബോൾ ബെയറിംഗ് അറ്റ് എ ലോഡ് 10 kilonewton ലോഡിൽ അതിന്റെ ലൈഫ് എന്ന് പറഞ്ഞ അവേഴ്സ് 8,000 അവേഴ്സ് ആണ്. സോ ദ ലൈഫ് ദ ലോഡ് നമ്മൾ 10 kilonewton 20 kilonewtonോട്ട് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആവുന്ന കേസിൽ എത്ര ആയിരിക്കും അതിന്റെ ലൈഫ് ഇൻ അവേഴ്സ് എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 1000 അവർ 2,500 ആൻഡ് ദെൻ 400 അവേഴ്സ് ആണ് തന്നേക്കുന്നത്. സോ എന്താണ് ലൈഫ് ഓഫ് ദ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഒരു ബോൾ ബെയറിംഗ് എടുക്കുകയാണെങ്കിൽ ഒരു ബോൾ ബെയറിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇത് മെയിൻലി ഫെയിൽ ആവുമെന്ന് പറഞ്ഞത് ആ മെറ്റീരിയൽ ഇറോഡ് ആയി പോകുമ്പോഴാണ്, അതായത് അതിന്റെ കുറച്ച് മെറ്റീരിയൽ ഡിസ്ലോക്ക് ചെയ്ത് പോകുമ്പോഴാണ്, കുറച്ച് അടന്നു പോകുമ്പോഴായിരിക്കും ആ ബോൾ ബെയറിങ്സ് ഫെയിൽ ആവുന്നത്. മോസ്റ്റ് ഓഫ് ദ ബെയറിംഗ് അങ്ങനെയുള്ള ഫെയിലിയർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ഫറ്റീഗ് ഫെയിലിയർ ആയിട്ടാണ് വരുന്നത്. ആ ഫറ്റീഗ് ഫെയിലിയറിനെയാണ് മെറ്റീരിയൽ അടന്നു പോയിട്ടുണ്ടാകുന്ന ഫറ്റീഗ് ഫെയിലിയറാണ് നമ്മൾ മെയിൻലി സ്പാളിംഗ് എന്ന് പറയുന്നത്. സ്പാളിംഗ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ഒരു ടൈപ്പ് ഓഫ് ഫറ്റീഗ് ഫെയിലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലൈഫ് ഓഫ് എ ഇൻഡിവിജ്വൽ ബോൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഓർ അവേഴ്സ്, അവേഴ്സിലാണ് പറയുന്നത്, അവേഴ്സിൽ പറയാം നമ്പർ ഓഫ് റെവല്യൂഷൻ ഓർ അവേഴ്സ് at some constant speed with the bearing runs before the first evidence of first crack. അതായത് ഫസ്റ്റ് ഫറ്റീഗ് ക്രാക്കിന്റെ എവിഡൻസ് വരുന്നതിന് മുമ്പ് എത്രമാത്രം അവേഴ്സ് അല്ലെ എത്രമാത്രം റെവല്യൂഷൻസ് ഒരു ബെയറിംഗിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ലൈഫ് ഓഫ് എ ബെയറിംഗ് എന്ന് പറയുന്നത്, ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ലൈഫ് പറയുന്നത്, ഒന്ന് റേറ്റിംഗ് ലൈഫും ഒന്ന് ലൈഫ് ഇൻ അവേഴ്സും ഉണ്ട്. റേറ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത് a group of apparently identical ball bearing is defined as a number of revolutions or hours at a given constant speed that 90% of the group of bearing will complete or exceed before the first evidence of the fatigue develop. അതായത് 10 നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ബെയറിംഗ് എടുക്കുകയാണ്, അതിൽ 10% ബെയറിംഗ് ഫെയിൽ ആവുന്ന കണ്ടീഷനിൽ എത്രമാത്രം റെവല്യൂഷൻസ് അത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അതായത് 90% ബെയറിങ്ങും അല്ലെങ്കിൽ ബോൾ ബെയറിങ്ങും സേഫ് കണ്ടീഷനിലാവുന്ന സമയത്ത് എത്രമാത്രം ലൈഫ് അതിന് എടുക്കാൻ പറ്റും, അതാണ് റേറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പം ബോൾ ബെയറിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് നോക്കണം, റെവല്യൂഷൻസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് 10% ബെയറിംഗ് ഫെയിൽ ആയി, ബാക്കി 90% ഫെയിൽ ആവാത്ത കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം ലൈഫിലാണ് 10% ബെയറിംഗ് ഫെയിൽ ആവുന്ന എത്രമാത്രം ലൈഫ് അതിനുണ്ട്, അതിനെയാണ് നമ്മൾ റേറ്റിംഗ് ലൈഫ് ഓഫ് എ ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളെ പ്രോബ്ലത്തിലോട്ട് വരാം. നമുക്കറിയാം ലോഡ് ലൈഫ് റിലേഷൻഷിപ്പ് ഓഫ് എ ബോൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ബോൾ ബെയറിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈസ് ലയർലി പ്രൊപ്പോർഷണൽ ടു 1/p ദ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. L എന്ന റേറ്റഡ് ലൈഫ് ഇൻ മില്യൻസ് ഓഫ് റെവല്യൂഷൻസ് ആണ്. P എന്ന് പറഞ്ഞാൽ ബെയറിംഗ് ലോഡ്, N എന്ന് പറഞ്ഞാൽ ബോൾ ബെയറിംഗിന് N എന്ന് പറഞ്ഞാൽ ഫാക്ടർ 3 ആണ്. ഫോർ റോളർ ബെയറിംഗ് 10/3 ആണ്. സോ നമുക്ക് ബോൾ ബെയറിംഗ് ആണ് നമ്മൾ പ്രോബ്ലത്തിൽ വന്നേക്കുന്നത്. സോ എന്നിന്റെ വാല്യൂ 3 ആണ്. അടുത്ത ലൈഫ് ഇൻ റിലേഷൻ ബിറ്റ്വീൻ ലൈഫ് ഇൻ റെവല്യൂഷൻസ് ആൻഡ് ലൈഫ് ഇൻ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞത് 60 L = 60 × N × LH എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ RPM ആണ്. സോ ഇതിനെന്താണ് L എന്ന് പറയുന്നത് ഡയറക്ട്ലി L എന്ന് പറഞ്ഞത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു LH ആണ്. ഓക്കെ, സോ നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് ലൈഫ് റിലേഷന്റെ നമ്മൾ റേഷ്യോ എടുക്കുകയാണ് L2/L1 = നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, P ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ L2/L1 = P1/P2 ദ ഹോൾ ക്യൂബ് എന്ന് വരും. കാരണം 3 എന്ന് പറയുന്നത് ബോൾ ബെയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. L1 എന്ന് പറഞ്ഞാൽ ഹിയർ നമ്മൾ ഇനീഷ്യൽ കേസിൽ 10 kilonewton എത്രയാണ്? 8,000 ആണ്. 8,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ P1 പറഞ്ഞാൽ ലോഡ് ആണ്. ലോഡ് എത്രയും kilonewton? 10. അടുത്ത 20 kilonewton ആണ് പറഞ്ഞത് P2 എന്ന് പറഞ്ഞാൽ 20. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് L2ന്റെ വാല്യൂ എന്ത് വരും? L2 എന്ന് പറയുന്നത് 1/L2/8,000 എന്നത് 1/8 എന്ന് പറഞ്ഞു വരും. സോ L2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 hours. സോറി, സോ L2 എന്ന് പറഞ്ഞാൽ 1000 hours. സോ നമ്മൾ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ A ആണ്, 1000 hours. ഓക്കെ, the third question, അതായത് the outside diameter of a hollow shaft is double the inside diameter. അങ്ങനെ ratio of the torque carrying capacity to that of the solid shaft of the same material
ആൻഡ് ഓഫ് ദ സെയിം ഔട്ട്സൈഡ് ഡയമീറ്റർ. അതായത് ഒരു ഔട്ട്സൈഡ് ഡയമീറ്റർ ഹോളോ ഷാഫ്റ്റ് ഇൻസൈഡ് ഡയമീറ്ററിന്റെ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ ഓഫ് ദ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ടു ദാറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ്. ഒരു കണ്ടീഷനാണ് രണ്ട് ഷാഫ്റ്റും സെയിം മെറ്റീരിയലും ആണ്, സെയിം ഔട്ട്സൈഡ് ഡയമീറ്ററും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഷാഫ്റ്റിന്റെ ടോർഷൻ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം T by J ഈക്വൽ ടു ടോ മാക്സ് ഡിവൈഡ് ബൈ ആർ. ടോ ബൈ ആർ ആണ് ഇവിടെ മാക്സിമം എടുക്കുമ്പോൾ റേഡിയസ് ആണ്, മാക്സിമം എടുക്കുമ്പോൾ ആർ പറഞ്ഞ റേഡിയസ് ആണ്. T by J ടോ മാക്സ് ബൈ ആർ. സോ അതിൽ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടും. ഇത് ടോ മാക്സ് ഇൻറ്റു ജെ ബൈ ആർ ആണ്. ജെ എന്ന് അറിയാം പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ആണ്. സോ അലോവബിൾ ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത് ടോ മാക്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് അലോവബിൾ ഷിയർ സ്ട്രെസ് കോൺസ്റ്റന്റ് ആണ്, കാരണം മെറ്റീരിയൽ ആണ്. സോ സെയിം ഔട്ട്സൈഡ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ഔട്ട്സൈഡ് റേഡിയസ് ആകുമ്പോൾ രണ്ടിന്റെയും, അതായത് സോളിഡ് ഷാഫ്റ്റിന്റെയും ഹോളോ ഷാഫ്റ്റിന്റെയും ഔട്ട്സൈഡ് റേഡിയസ് സെയിം ആണ്. സോ ആർ ഈക്വൽ ടു ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? d0/2. അതേപോലെ എന്താ പറയാ, സോ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടി എന്ന് പറഞ്ഞത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ. സോ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, then solid shaft in a polar moment of inertial equation is pi d0/4/32 ആണ്. Okay, and hollow shaft in the equation is pi/32 into d0, sorry, pi/32 into d0/4 minus di/4. outer diameter /4 minus inner diameter /4 ആണ്. സോ നമ്മൾ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് സെയിം ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡി ഐ ഈക്വൽ ടു d0/2 ആണ് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ഇസ് ഡബിൾ ദാറ്റ് ഓഫ് ദി ഇൻസൈഡ് ഡയമീറ്റർ. സോ ആ ഒരു കേസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ di/4ന്റെ നമുക്കറിയാം di/4ന്റെ വാല്യൂ എന്ന് പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d0/2 പോലെ d0/4/16 എന്ന് വരും. നമുക്ക് ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. di/4ന്റെ വാല്യൂ d0/16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? J is equal to pi/32 into 15 d0/4/16 എന്ന് വരും. അത് നമുക്ക് ഹോളോ ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ കിട്ടി. സോ ഇനി നമുക്ക് എന്താ വേണ്ട? റേഷ്യോ ടോർക്ക് കപ്പാസിറ്റി TH/TS ഈക്വൽ ടു നമുക്ക് ടോർക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ TH/TS ഹോളോ ഷാഫ്റ്റ് ബൈ സോളിഡ് ഷാഫ്റ്റ് JH ഡിവൈഡ് ബൈ JS എന്ന് വരും. അപ്പോൾ TH/TS is equal to നേരത്തെ കണ്ടുപിടിച്ച JHന്റെ വാല്യൂ എന്താണ്? pi/32 into 15 d0/4/16. JS എന്ന് പറഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റിന്റെ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ d0 ക്യാൻസൽ, pi/32 ക്യാൻസൽ ആയി പോകും. ഓക്കെ, pi/32 പോകും, ഇനി d0/4 പോകും. സോ നമുക്ക് കിട്ടുന്നത് 15/16 ആണ് വരുന്നത്. സോ റേഷ്യോ എന്ന് പറയുന്നത് 15/16. സോ നമ്മൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 15/16 ആണ് നമ്മളെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് റിവറ്റഡ് ജോയിന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. So the tearing efficiency of a riveted joint is 80%. Then the ratio of the riveted hole diameter to the pitch is equal to. And the options എന്ന് പറഞ്ഞത് 0.25, 0.2, 0.3 and 0.4 ആണ് വന്നിരിക്കുന്നത്. So the tearing efficiency of the riveted joint 80% അവിടെ വന്നിട്ടുണ്ട്. Ratio of the riveted hole diameter to the pitch. നിങ്ങൾക്കറിയാം ഇതൊന്ന് പി എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ, പിച്ച് ഓഫ് ദ റിവറ്റ് ആണ്. ഓക്കെ, പിച്ച് rivet and d the diameter of the hole ആണ്. So in the expression riveting tearing efficiency is equal to P minus D by P. So substitute ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് D by P യുടെ വാല്യൂ എന്ത് വരും? 0.2. സോ അതിന്റെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. So next question എന്ന് പറയുന്നത് the principal stress of a two-dimensional state of stress are sigma 1 and sigma 2 and sigma 1 is greater than sigma 2. ഒരു പറഞ്ഞിട്ടുണ്ട് sigma 1 greater than sigma 2 എന്നിവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, sigma 2 and both are tensile case. So ഇത് പോസിറ്റീവ് ആയിരിക്കും. Then which one of the following would be the correct criterion for failure according to the maximum shear stress theory? Maximum shear stress criteria അനുസരിച്ച് ഏതാണ് കറക്റ്റ് ഫെയിലിയർ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഫെയിലിയർ കറക്റ്റ് ക്രൈറ്റീരിയൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ. സോ
നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ ട്രെസ്ക തിയറി എന്താ പറയാ, ദ ഫെയിലിയർ ഒക്കർ വെൻ ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ ദ മെറ്റീരിയൽ ഈക്വൽ ദ ഷിയർ സ്ട്രെസ് അറ്റ് യീൽഡ് പോയിന്റ് അറ്റ് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ്. സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷിയർ സ്ട്രെസ് അറ്റ് യീൽഡ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ മാത്തമാറ്റിക്കലി ടോമാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ 2. ഓക്കെ, ടോമാക്സ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ 2. സോ ദ മാക്സിമം ഷിയർ സ്ട്രെസ്സിന് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് സ്ട്രെസ് ഫോർ 2-dimensional സ്റ്റേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ ഇത് 2D സ്റ്റേറ്റ് സ്ട്രെസ് സിസ്റ്റം ആണ് നമുക്കുള്ളത്. ഫോർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ നമുക്കിപ്പോൾ ഒരു ഫോർ 3-dimensional സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് നമ്മളിപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ sigma 1 greater than sigma 2 greater than sigma 3 ആയിരിക്കും. സോ ദ അബ്സല്യൂട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞത് മാക്സിമം ഷിയർ സ്ട്രെസ് സിഗ്മ മാക്സ് മൈനസ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അതായത് ഇതിനകത്തുണ്ടാകുന്ന മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ബൈ 2 ആയിരിക്കും ടോ മാക്സിന്റെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ദെൻ PSCയുടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അത് ക്വസ്റ്റ്യൻ ചെയ്ത 2-dimensional സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ സിഗ്മ 3യുടെ വാല്യൂ എന്താണ്, സിഗ്മ 3 ഹിയർ 0 ആണ്. സോ എന്താണ് സിഗ്മ 1 greater than sigma 2 greater than 0 എന്നുള്ള കണ്ടീഷനിലാണ് വരുന്നത്. സോ ദ മാക്സിമം ഷിയർ സ്ട്രെസ് will occur between, അതിന് മാക്സിമം ഏതാണ്, നമുക്ക് സിഗ്മ 1 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ അത് ഏറ്റവും മിനിമം കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3 വാല്യൂ എന്താണ് 0 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ടോമാക്സ് ഈക്വൽ ടു സിഗ്മ 1 ബൈ 2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ട്രെസ്ക ക്രൈറ്റീരിയൻ പറയുന്നത് എന്താണ്, യീൽഡിംഗ് കണ്ടീഷനിൽ ടോമാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ 2 ആണ്. സോ ഇത് രണ്ടോടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിഗ്മ 1 ബൈ 2 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ 2 എന്ന് വരും. സോ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, സിഗ്മ 1 ബൈ 2 is പ്ലസ് ഓർ മൈനസ് സിഗ്മ വൈ ബൈ 2. സോ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിസൈൻ മെഷീൻ എലമെന്റ്സ് എന്ന പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.